മുതലപ്പുഴയിൽ വൻ പ്രതിഷേധം. പുഴി മുറിക്കാനുള്ള സർക്കാർ നീക്കം അനുവദിക്കില്ലെന്ന് മത്സ്യത്തൊഴിലാളികൾ. സമരസമിതിയുമായി ഹാർബർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നടത്തിയ ചർച്ച പരാജയപ്പെട്ടു. 6 മീറ്റർ ആഴത്തിൽ നടത്തണമെന്നാണ് സമരസമിതിയുടെ ആവശ്യം. മുതലപ്പുഴയിൽ നിന്നും VS അനന്തു ചേരുന്നുണ്ട്. അനന്തു, എങ്ങനെയാണ് അവിടുത്തെ സാഹചര്യം? എന്തൊക്കെ സംഭവിച്ചാലും ഇതിൽ നിന്ന് പിന്നോട്ടില്ല എന്നാണ്, ഇത് സമ്മതിക്കില്ല എന്നാണ് സമരസമിതി മുന്നോട്ട് വെക്കുന്നത്. എങ്ങനെയാണ് അവിടുത്തെ സാഹചര്യം ഇപ്പോൾ? തീർച്ചയായും ജീന, നമുക്കറിയാം മാസങ്ങൾക്ക് മുൻപ് തുടർച്ചയായ മരണങ്ങൾ കാരണം കുപ്രസിദ്ധിയാർജിച്ച മുതലപ്പുഴയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. മുൻപ് ഈ തിരയിൽപ്പെട്ട് വള്ളങ്ങൾ തകർന്ന് ആഴ്ചയിൽ 1-2 മരണങ്ങൾ ഉണ്ടായിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇവിടെ കാണുന്നത് മണൽക്കൂനകളാണ്. മുതലപ്പുഴ പൂർണ്ണമായും മണൽ കൊണ്ട് മൂടിയ അവസ്ഥയിലാണ് ഏകദേശം ഒരാഴ്ചയിലധികമായി. ഇപ്പോൾ സമരസമിതിയുടെ നേതൃത്വത്തിൽ ഇന്ന് കുടിൽ കെട്ടി ഇവിടെ സമരം ആരംഭിച്ചിട്ടുണ്ട്. സർക്കാരിന്റെ നേതൃത്വത്തിൽ ഇന്നലെ ഒരു ചർച്ച നടത്തിയിരുന്നു. ആ ചർച്ചയിലടക്കം നിരവധി നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. എക്സ്കവേറ്ററുകൾ ഉപയോഗിച്ച് ഇവിടുത്തെ മണൽ നീക്കം ചെയ്ത് പൊഴി മുറിക്കാമെന്നടക്കമുള്ള നിർദ്ദേശങ്ങൾ ഇന്നലെ ഉണ്ടായിരുന്നു. എന്നാൽ ആ നിർദ്ദേശങ്ങൾ അശാസ്ത്രീയമാണെന്നും അത് അംഗീകരിക്കില്ല എന്ന നിലപാടുമാണ് സമരസമിതി ഇപ്പോൾ ഉന്നയിക്കുന്നത്. ഇന്ന് രാവിലെയും ഹാർബർ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുമായി ചർച്ച നടത്തിയിരുന്നു. അദ്ദേഹം അനുനയ ശ്രമം എന്ന നിലയിൽ 4 ദിവസം കൊണ്ട് ഈ പൊഴി മുറിക്കാം എന്നുള്ളൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു. എന്നാൽ ആ നിർദ്ദേശം അശാസ്ത്രീയമാണെന്നും അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നുമായിരുന്നു സമരസമിതിയുടെ പ്രതികരണം. അതോടൊപ്പം തന്നെ അവർ ഈ സമരം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനിക്കുന്നത്. നമുക്ക് അവരുടെ പ്രതികരണങ്ങളിലേക്ക് പോകാം. ഇന്ന് രാവിലെ ചർച്ച ഉണ്ടായിരുന്നു. എന്തായിരുന്നു? ചർച്ചയുണ്ടായിരുന്നില്ല. ചർച്ചയല്ല, ഇവിടെ ചർച്ചയ്ക്ക് വേണ്ടി വന്നിരുന്നു. ഞങ്ങൾ മത്സ്യത്തൊഴിലാളി ഇന്നിവിടെ സമരത്തിന് നേതൃത്വം കൊടുത്തൊരു ചർച്ചയ്ക്ക് തയ്യാറായില്ല. കാര്യം ഇന്നലെ പോലും നമ്മളെ ചർച്ചയ്ക്ക് വിളിച്ചിട്ട് ഇവിടെ ചർച്ചയ്ക്ക് പോയി ഒരു അപമാനിച്ച് വിടുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. അപ്പൊ വീണ്ടും ചർച്ചയ്ക്ക് പോയി അപമാനിതരാവാതെ നമ്മുടെ ആവശ്യം വേറൊന്നുമല്ല. സർക്കാർ തന്നെ ഇവിടെ ഒരു എഗ്രിമെന്റ് ഉണ്ട്. സർക്കാർ ഹാർബർ മാനേജ്മെന്റ് കമ്മിറ്റിയും ഹാർബർ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ഒരു എഗ്രിമെന്റ് ഉണ്ട്. നിത്യം ഇവിടെ ഈ ഹാർബറിന്റെ ഈ 120 മീറ്റർ വീതിയുള്ള ഈ ഹാർബറിന്റെ അഴിമുഖത്ത് 6 മീറ്റർ ആഴം നിലനിർത്തും എന്നുള്ള രീതിയിലാണ് എഗ്രിമെന്റ്. ആ നിലനിർത്തുന്ന രീതിക്കുള്ള ഡ്രഡ്ജിങ് ആരംഭിക്കുന്ന എക്യുപ്മെന്റ്സ് വന്നതിന് ശേഷം മാത്രമേ ഞങ്ങൾ ഇവിടെ പൊഴി മുറിക്കാൻ അനുവദിക്കൂ. കാര്യം ഞങ്ങൾ അതിന് അനുവദിക്കുമെന്ന് പറയാൻ കാരണം ഞങ്ങളുടെ പോലത്തെ സഹോദരങ്ങളാണ് കിഴക്ക് സൈഡിൽ കിടക്കുന്ന അവരുടെ വീടുകളും അവരും വെള്ളത്തിനടിയിൽ ആകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പറയണത്. സാധാരണഗതിക്ക് ഞങ്ങൾക്ക് തൊഴിൽ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഞങ്ങളായ 22,000 തൊഴിലാളികൾക്ക് ജോലിക്ക് പോകാൻ കഴിയാതെ അവരും അവരുടെ കുടുംബവും പട്ടിണിയിലേട്ടാ. അതേപോലെ തന്നെ തൊഴിലുപകരണങ്ങൾ വെറുതെ കെട്ടിയിട്ട് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുപോലും ഞങ്ങൾ മുഖവിലേക്ക് അടക്കാതെ, എന്നാൽ ഞങ്ങൾക്ക് തൊഴിലിന് പോകാനുള്ള ഒരു സംവിധാനങ്ങൾ ഉണ്ടാക്കാൻ പ്രാപ്തമായ എക്യുപ്മെന്റ്സ് ഇവിടെ വരുമ്പോൾ ഞങ്ങൾ അത് തുറന്നു കൊടുക്കുന്നതിന് വേണ്ടി സഹകരിക്കാൻ തയ്യാറാണ്. അല്ലാത്ത പക്ഷം ഒരു കാരണവശാലും ഞങ്ങൾ അനുവദിക്കില്ല. തീർച്ചയായും ഇവർ സൂചിക്കുന്നത് പോലെ താൽക്കാലികമായിട്ടുള്ള ഒരു പരിഹാരമല്ല ഇവർക്ക് വേണ്ടത്. ഇവർക്കൊരു ശാശ്വത പരിഹാരമാണ് വേണ്ടത്. 6 മീറ്റർ ആഴത്തിൽ ഡ്രഡ്ജിംഗ് നടത്തി വള്ളങ്ങൾക്കും ബോട്ടുകൾക്കും കടന്നു പോകാനുള്ള ഒരു സൗകര്യം ഒരുക്കണമെന്നാണ് ഇവർ ആവർത്തിച്ച് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. താൽക്കാലികമായി പൊഴി മുറിച്ച് ഈ കായലിലെ വെള്ളം കടലിലേക്ക് ഒഴുക്കിവിടുന്ന ഒരു തീരുമാനം അവർ അംഗീകരിക്കാൻ തയ്യാറല്ല. അത് അശാസ്ത്രീയമാണെന്ന് അവർ പറയുന്നു. അതോടൊപ്പം തന്നെ ശാശ്വതമായ പരിഹാരം, ഈ പുലിമുട്ടിന്റെ നീളം കൂട്ടുക തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നലെ പറഞ്ഞത്. സർക്കാർ ഉന്നയിച്ച പരിഹാര നിർദ്ദേശങ്ങൾ എന്ന നിലയിൽ ചന്ദ്രഗിരി ഡ്രഡ്ജർ കണ്ണൂരിൽ നിന്നും കൊണ്ടുവരും എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഡ്രഡ്ജർ സംവിധാനങ്ങൾ ഇവിടെ എത്തിയാൽ മാത്രമേ ഈ സമരത്തിൽ നിന്നും പിന്മാറൂ എന്നാണ് ഇപ്പോൾ സമരസമിതി വ്യക്തമാക്കുന്നത്. അനന്തു, ഒപ്പം തന്നെ ഇപ്പോൾ തന്നെ സ്ഥലത്ത് വൻ സംഘർഷം തന്നെയാണ് നിലനിൽക്കുന്നത്. ഇപ്പോൾ ഈ സമരസമിതി അംഗം ഉൾപ്പെടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ചർച്ച ഒരു ശരിയായ രീതിയിലുള്ള ഒരു ചർച്ചയ്ക്ക് പോലും തയ്യാറാകാത്ത ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അപ്പോൾ എങ്ങനെയായിരിക്കും ഇവരുടെ തുടർ നടപടികൾ? ഒപ്പം തന്നെ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു നടപടികൾ എങ്ങനെയായിരിക്കും ഇനി? രാവിലെ ഒരു സംഘർഷ സാധ്യതയ്ക്ക് സമാനമായ സാഹചര്യം ഉണ്ടായിരുന്നു. രാവിലെ ഈ ഹാർബർ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ഇവിടെ പൊഴി മുറിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. എന്നാൽ ആ ശ്രമങ്ങൾ തടയുന്ന ഒരു സാഹചര്യമാണ് മത്സ്യത്തൊഴിലാളികളുടെ ഭാഗത്തു നിന്നുണ്ടായത്. അങ്ങനെയാണ് ഒരു സംഘർഷ സാധ്യത ഉടലെടുത്തത്. അത്തരത്തിൽ എന്തായാലും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഇനി ഉണ്ടാകുന്ന നടപടികൾ ശാശ്വതമായിരിക്കണമെന്ന ഇവരുടെ ആവശ്യം അംഗീകരിച്ചാൽ മാത്രമേ ഇവർ സമരത്തിൽ നിന്ന് പിന്മാറുകയുള്ളൂ എന്നാണ്. നാളെ ഇപ്പോൾ ദുഃഖവെള്ളിയാണ്, ഈസ്റ്റർ അടക്കമുള്ള അവധി ദിവസങ്ങളാണ്. ഇവിടെയുള്ള മത്സ്യത്തൊഴിലാളികൾ അത്തരത്തിൽ മതപരമായ കാര്യങ്ങളിലേക്ക് പോകുന്നുണ്ട്. അതുകൊണ്ട് എന്തായാലും സമരം തുടരുന്നുണ്ട്. വലിയ രീതിയിലല്ല എങ്കിലും സമരം തുടരുന്നുണ്ട്. ഈ പൊഴി മുറിക്കാൻ അനുവദിക്കില്ല എന്ന് തന്നെ ഇവർ പറയുന്നു. പൊഴി മുറിക്കാനുള്ള ശ്രമം സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായാൽ ശക്തമായ പ്രതിഷേധം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇവർ വ്യക്തമാക്കുന്നത്. അത്തരത്തിൽ സർക്കാർ എന്തായാലും ഇനിയൊരു അനുനയ നീക്കത്തിലേക്ക് കടക്കാനാണ് സാധ്യത എന്ന് തോന്നുന്നു. ശരി, മുതലപ്പുഴയിൽ വൻ പ്രതിഷേധമാണ് നിലനിൽക്കുന്നത്. പൊഴി മുറിക്കാനുള്ള സർക്കാർ നീക്കം അനുവദിക്കില്ല എന്ന നടപടിയിൽ തന്നെയാണ് മത്സ്യത്തൊഴിലാളികൾ ഇപ്പോൾ തുടരുന്നത്. VS അനന്തുവാണ് വിശദാംശങ്ങൾ നൽകിയത്.